കോളേജ് ലൈഫിനെ കുറിച്ചുള്ള ഒരു നല്ല ഓർമ്മകൾ എന്തൊക്കെയാണ്? ഇല്ല, എൻ്റെ കോളേജ് ലൈഫിനകത്ത് ശരിക്കും പറഞ്ഞാൽ വലിയ തോതിലുള്ള അലമ്പായിട്ടുള്ള ആളൊന്നുമല്ല, വളരെ സൈലന്റ് ആയ ആളാണ്. പിന്നെ വിപ്ലവം എന്തിനും പ്രതികരിക്കുക, അല്ല, ഞാൻ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു, SFIയുടെ സജീവ പ്രവർത്തകനൊക്കെ ആയിരുന്നു. അതിനകത്ത് യാതൊരു മടിയില്ലാതെ നമ്മൾ വർക്ക് ചെയ്തിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഞാൻ പാലക്കാടാണ് പഠിച്ചിരുന്നത്. അപ്പം പാലക്കാടും കോഴിക്കോടും ഒക്കെ ആയിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എറണാകുളത്തൊക്കെ ആയിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ വന്നപ്പോഴും ഇവിടെ എല്ലാം ഉള്ള സൗഹൃദങ്ങളിൽ എന്നോട് പൊതുവെ പൊളിറ്റിക്സ് എനിക്ക് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ആ പ്രദേശങ്ങൾക്കെല്ലാം ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എനിക്കറിയാവുന്ന ആൾക്കാരും എന്നോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതും ഈ പൊളിറ്റിക്സിൻ്റെ ആൾക്കാരായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ അവരോടൊപ്പം കേൾക്കുകയും കാണുകയും ഇടപഴകുകയും ചെയ്തിട്ടുണ്ടെന്നല്ല, അല്ലാതെ വയലൻ്റ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡൊന്നും അന്ന് ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കേൾക്കുകയും ഒബ്സർവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്തത് തലപ്പാവ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോഴും ഈ പറയുന്ന പൊളിറ്റിക്സ് എനിക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത്. അപ്പം എന്നും നല്ല ആളുകളോട് ഇടപഴകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. ഒരുപാട് നല്ല മനുഷ്യരുമായിട്ട് ഇടപഴകാനും അവരോടൊപ്പം സഞ്ചരിക്കാനും അവരെക്കുറിച്ച് കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്തിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ, കുറേ ഉണ്ട്. അതുകൊണ്ട് ഞാനത് ഈ എഴുത്തിൽ എന്തെങ്കിലും, അതായത് കോളേജിൽ നമ്മളിപ്പോൾ എഴുതുമല്ലോ, കവിതയാണെങ്കിലും കഥയാണെങ്കിലും, അല്ലെങ്കിൽ കോളേജിന്റെ എന്തെങ്കിലും മാഗസിൻസിലൊക്കെ എഴുതുമല്ലോ, ആ എഴുത്തും ഇപ്പോഴത്തെ താങ്കളെന്ന എഴുത്തുകാരൻ തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ? ഉണ്ട്. അല്ല, അത് കാരണം അത് വേറെ ഞാൻ എൻ്റെ പഴയ കാലത്ത് ഞാൻ ഈവൻ ചൈൽഡ് മാഗസിൻസിൽ വരെ, അതായത് ചിൽഡ്രൻസ് മാഗസിൻസിൽ വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പം അന്ന് എഴുതുന്നതല്ല, ഓരോ കാലത്തും വായിച്ചു കിട്ടുന്ന, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളുണ്ട്, കാണുന്ന കഥകളുണ്ട്. എനിക്ക് അന്നും സിനിമ എൻ്റെ ഒരു പാഷനായിരുന്നു. സിനിമയല്ല, എഴുത്തല്ല, സിനിമ കാഴ്ചയും സിനിമ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ സ്കൂൾ കാലം മുതൽ തന്നെ എനിക്ക് അച്ഛൻ്റെ തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു സിനിമ ഒരുപാട് പ്രാവശ്യം കാണാനുള്ള സൗകര്യം അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പോലെയാണ് നമ്മൾ TV-യിലാണെങ്കിൽ നമ്മൾ കാണുന്നത്. പക്ഷെ മറിച്ച് അതല്ല, അന്ന് തിയേറ്ററിൽ തന്നെ പോകണമായിരുന്നു. അപ്പോൾ അത് ഒരു ദിവസം ഇപ്പോൾ മാറ്റ്നിയും ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോ പകുതിയും കഴിഞ്ഞിട്ടാണ് ഒക്കെ ചില ദിവസങ്ങളിലൊക്കെ തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് വീട്ടുകാർക്ക് സാധാരണ പോലെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, കാരണം തിയേറ്റർ ഓണറിന്റെ മകൻ. തിയേറ്റർ നമ്മൾ തിയേറ്റർ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പം അതുകൊണ്ട് അതൊരു പ്രയാസം തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഈ എഴുത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, കോളേജിൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു സാറിന്റെ. അപ്പോൾ കോളേജിലെ ബാക്കിയുള്ള സുഹൃത്തുക്കള് എനിക്ക് അസൈൻമെന്റ് ഒന്ന് എഴുതിത്താ മധു, അല്ലെങ്കിൽ എനിക്ക് പ്രേമലേഖനം ഒന്ന് എഴുതിത്താ, നമ്മുടെ ലവ് ലെറ്റേഴ്സ് മറ്റുള്ളവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, നല്ല അക്ഷരശുദ്ധമായി. അതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ലവ് ലെറ്റേഴ്സും എഴുതി കൊടുത്തിട്ടുണ്ട്. സ്വന്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ഉള്ളതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടിയും കൊടുത്തിട്ടുണ്ട്.